ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴനി പോണ കാര്യം. ഇപ്പം നമ്മൾ നാളെയാണ് കേട്ടോ പഴനി പോണത്. ഇന്ന് ഭിക്ഷ എടുക്കാൻ അറിയുന്നത്. സത്യം പറഞ്ഞല്ലേ, ഇവര് ഈ കൊല്ലം സൈഡ് ചെയ്തുള്ളൂ കേട്ടോ. നമ്മളെ കണ്ണൂർ സൈഡൊക്കെ ഉണ്ട് തോന്നും. പക്ഷെ അങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്നതിന് പഴനി പോകുന്നതിന് ഇങ്ങനെ ഭിക്ഷ എടുക്കാൻ പോക്കൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് കാണുന്നത് ഈ കാപ്പിടല് ഭിക്ഷ എടുക്കാൻ പോകും. ഞങ്ങൾ ഇന്നലെ തൊട്ട് ഇറങ്ങിയാണ്. ഇന്നലെ ഞങ്ങൾ അറിയില്ല കേട്ടോ, അങ്ങനെ ഉണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ? നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ എന്തിനാണ് അങ്ങനെ ഭിക്ഷ എടുത്ത് അമ്പലത്തിൽ പോണത് എന്നും എനിക്ക് അറിയത്തില്ല. ചെറുതിലോട്ട് കണ്ടുവരുന്നൊരു ഇത്, നമ്മളെപ്പം പഴനി പോയാലും ഒരു 10-20 വീട്ടിലെങ്കിലും പോകാറുണ്ട്. പിന്നെ അമ്മയൊക്കെ വലിയ നേർച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 108 വീടെന്ന് പറയാറുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ വാവ് വരുമ്പോൾ ഞാൻ നേർന്നതാണ് 108 വീട്ടില് ഭിക്ഷ എടുത്ത്. ചില വീട്ടിൽ കയറുമ്പോ ചില ആൾക്കാർ പറയേ ഇതേ ഉള്ളു കേട്ടോ, 1 രൂപയേ ഉള്ളു കേട്ടോ. അപ്പൊ എനക്ക് പറയണമെന്നുണ്ട്, ഇതിന് നമ്മള് ഭിക്ഷ ഇതിനായിട്ട് വന്നതല്ല, നമ്മള് വീട് 108 വീട് കയറിയിട്ട് പോണമെന്നുണ്ട്. തരാൻ വേണ്ടി വരാന്ന് ഞാൻ. ഇത് എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. സംഭവം കയ്യിൽ ക്യാഷ് ഇല്ലാത്ത വരുമ്പോ ഇതുപോലെ ഭിക്ഷ എടുത്ത് അമ്പലത്തിലെങ്കിലും പോയതായിരിക്കാം. ഇത് പിന്നെ ഭിക്ഷ എടുത്ത് അമ്പലത്തിൽ പോകണമെന്നൊരു വിശ്വാസം പോലെ വന്നതെന്നാണ് തോന്നുന്നത്. എന്തോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഇന്നലെ 50 വീട്ടിൽ പോയി. ഇന്നിപ്പോൾ 35 വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഞങ്ങൾ ഇന്നലെ കുറേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാം. എല്ലാം കൂടി ഇട്ട് കൂട്ടി കുഴക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറേ കാര്യങ്ങൾ പെർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭിക്ഷ എടുക്കാൻ പോകണേൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ പോകില്ലാണ്. പിന്നെ ഭിക്ഷ എടുക്കാൻ പോകണല്ലേ നീ വീഡിയോ എടുത്തോണ്ട് നടന്നു പോകണമെന്ന്. അത് ശരിയാണ്, ഞാൻ ആലോചിച്ചപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചിട്ടോ. ഇതിപ്പം ഡ്രസ്സ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മേടിക്കാൻ പോവാണ് നമ്മൾ. ഇപ്പോൾ പോണ വഴിക്ക് കുറച്ച് ഭിക്ഷ എടുക്കും. 2-3 വീടുകൾ, ഇനി ഒരു 10-15 വീട്ടിലൂടെ കയറാനുണ്ട്. അതും കൂടെ കവർ ചെയ്യാന്ന് വെച്ചിട്ട് ഇറങ്ങിയാണ്. അതാണ് ഇവിടെ കാറിൽ പോണത്. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്, 1/2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത്. ഞാൻ നോക്കിയപ്പോ കാണാം ഇന്നലെ ഭിക്ഷ എടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ കാണാൻ ആള് കാറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നു. എന്തുവാ വാ പോവാ ഭിക്ഷ എടുക്കാൻ പോവാന്ന്. എന്താ ചെയ്യാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ, ഇന്നത്തെ അല്ല 2 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വെറുതെ ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ട് വലിച്ചു നീട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ 2 ദിവസത്തെ വീഡിയോ ആണ്. തലേ ദിവസം, അതായത് ഇടവ് 1 വീഡിയോ ആണ് കേട്ടോ. 15-ാം തീയതി ഉള്ള വീഡിയോ ആണ്. 15-ാം തീയതി ഇടവ് 1 ആയില്യ നക്ഷത്രമായിരുന്നു. എൻ്റെ ജന്മനാളായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ജന്മനാൾ അങ്ങനെ ആഘോഷിക്കാറില്ല. ബർത്ത്ഡേ ആണ്, ദിവസമാണ് ആഘോഷിക്കാറുള്ളത്. എന്തായാലും 25 കഴിഞ്ഞ് 26 തുടങ്ങി. എൻ്റെ ദൈവമേ എത്ര പെട്ടെന്നാണ് ഓരോ വർഷമൊക്കെ കടന്നു പോകുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ കടവൂർ അമ്പലമുണ്ട്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തൃക്കടവൂർ അമ്പലമുണ്ട്. അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വള ഒന്നും കൂടെ പൂജിക്കണമായിരുന്നു. അപ്പോൾ അവിടെ വന്ന് റെസിപ്റ്റൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. ഞങ്ങളൊരു 10 മണിക്ക് മുന്നെയാണ്, ഒരു 9 മണിയൊക്കെ ആയ സമയത്താണ് കേട്ടോ ഇറങ്ങിയത്. നല്ല വെയിലായതുകൊണ്ടിട്ട് അമ്മ കാശിക്കുട്ടിനെ എടുത്തിട്ട് അമ്മ അങ്ങ് അമ്പലത്തിലേക്ക് പോയി. ഞാനും ഗൂഗിളും കൂടെ ക്യൂ നിന്നിട്ട് അകത്ത് ചെന്നപ്പോഴത്തേനാണ് അവർ പറയുന്നത് ഗൂഗിൾ പേ ഇല്ലയെന്ന്. ഈ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ കയ്യിൽ ക്യാഷ് എടുത്ത് വെക്കാറേ ഇല്ല. ഭയങ്കര മെനക്കേടാണ് കേട്ടോ അത്. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചിലപ്പോൾ ഗൂഗിൾ പേ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലഞ്ഞു പോകും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു കടയുണ്ട്, കുറേ കടകളുണ്ട് അമ്പലത്തിന് ചുറ്റുമായിട്ട്, ഇഷ്ടംപോലെ കടകളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പൂമാല വാങ്ങാനായിട്ട് ഞാൻ ഒരു കൂവളമാലയ്ക്ക് പറഞ്ഞിട്ട് അവരോട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെയും ക്യൂ നിൽക്കാൻ നേരമാണ് ഇതേ ഞാൻ ഈ ഒരു ആരോ വരച്ചാണ് ആ കുട്ടിയുടെ പേര് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നന്ദനാന്നോ മിഥുനാന്നോ അങ്ങനെ എന്തോ എഴുതിയേക്കുന്നത്. നമ്മുടെ ശിവരാജു ഉണ്ടല്ലോ, തൃക്കടവൂർ ശിവരാജുവിൻ്റെ പിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതിട്ട് ഞാൻ അന്നേരം പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ രാവിലെ വന്നിട്ട് തന്നെ ഭിക്ഷയ്ക്ക് പോക്കും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിറ്റേന്ന് രാവിലെ കാശുവാവിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. ഈ ആരോ എന്നോട് ചോദിച്ചിരുന്നത് ഏത് പ്രോഡക്റ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സെറ്റാഫിലും അതുപോലെ തന്നെ സോഫ്റ്റ് സെൻസ് ബേബിയുമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഭിക്ഷ എടുത്തിട്ട് പോയിട്ട് വന്നപ്പോൾ ഉള്ള കോയിൻസൊക്കെ എടുത്ത് നോക്കുക. അതിന് കൊടുത്ത് ഒരു 25 പൈസയുടെ പൈസ ഉണ്ട് കേട്ടോ. ആരോ നേർച്ച തന്നതാണ്.
സോ ഇത്രയല്ല കേട്ടോ, കുറേ ഉണ്ടായിരുന്നു, കുറേ കോയിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ മല കയറുമ്പം ഒരുപാട് ഭിക്ഷക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് കൊടുത്തു പോകാം. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് നേർച്ച വയ്ക്കാൻ പറ്റും. അതിനാണ് എടുത്തു വെച്ചത്. പിന്നെ കുറേ നോട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുകയാണ്. അമ്പലത്തിൽ ചെല്ലുമ്പം നേർച്ച കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്. ഇതങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഭിക്ഷ എടുത്ത് പണം എന്തിനെങ്കിലും ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭിക്ഷ എടുക്കുന്നത് എന്തിനാണ് എന്ന് പോലും എനിക്കറിയില്ല. പണ്ട് തൊട്ടേ ഫോളോ ചെയ്ത് വരുന്ന ആ ഒരു ഇത് നമ്മൾ ഫോളോ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണാതെ കാശിക്കുട്ടൻ താഴെ നിന്ന് കളിക്കുകയാണ്. എന്തോ കയ്യിൽ കിട്ടിയപ്പോൾ എടുത്ത് കടിച്ചാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ നിന്ന് ഒരു ഉച്ചയ്ക്ക് ഭിക്ഷയൊക്കെ കഴിഞ്ഞൊക്കെ വന്നിട്ട് ഞങ്ങൾ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് കുറച്ച് ക്യാഷ് എടുക്കാനുണ്ടായിരുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് NRO അക്കൗണ്ടും NRI അക്കൗണ്ടും ആണ്. അപ്പോൾ NROയിലിട്ടൊരു NRIയിൽ പോയി അങ്ങനെ എന്തോ പ്രശ്നം. എന്തായാലും ഞങ്ങൾ അവിടെ ചെന്ന് അത് ക്ലിയറൊക്കെ ചെയ്തിട്ട് പിന്നെ അമ്മയ്ക്ക് കുറച്ച് നൈറ്റീസ് മേടിക്കുക, നൈറ്റി പീസ്. അമ്മയ്ക്ക് നൈറ്റിയുടെ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താണ് അമ്മ യൂസ് ചെയ്യുന്നത്. അമ്മയ്ക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഇത് കൊല്ലത്ത് കുറേ കുട്ടി ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ ഒരിടത്ത് പോയിട്ട് കുറേ നൈറ്റി പീസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അമ്മ പോവുകയാണ്. അമ്മ ഈ പഴനി പോയിട്ട് വന്നിട്ട് അമ്മ തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണമായിരുന്നു. പിന്നെ അമ്മമ്മയ്ക്ക് ബ്ലൗസ് പീസ് എടുക്കണമായിരുന്നു, ദേവിക്ക് ലൈനിങ്ങിൻ്റെ തുണി എടുക്കണമായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ മേടിക്കാനുള്ളത് കൊണ്ടിട്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ നേരെ അഞ്ചാലമൂട്ടിൽ വന്നിട്ട് അഞ്ചാലമൂട്ടിൽ മെൻസ് വെയർ കിട്ടുന്ന നല്ലൊരു മെൻസിൻ്റെ കളക്ഷൻസുള്ള നല്ലൊരു ഷോപ്പുണ്ട് കേട്ടോ. അവിടെ കയറിയിട്ട് ഗോകുവിനും അതുപോലെ തന്നെ എൻ്റെ ബ്രദറുണ്ട്, ചേട്ടനും ഷർട്ടും അതുപോലെ തന്നെ കാവി കൈലി എടുക്കണമായിരുന്നു. പഴനി കയറുമ്പോൾ കൈലിയാണ് സുഖം. പാൻറ് ഇട്ടിട്ട് കയറുന്ന കാര്യം മെനക്കേറാണ്. ഞാനും സാരി ഒന്നും എടുത്തില്ല കേട്ടോ, ചുരിദാറാണ് എടുത്തേക്കുന്നത്. ഭയങ്കര മെനക്കേറാണ് നടക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടിട്ടാണ്. അങ്ങനെ നമ്മൾ ഭിക്ഷയൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അല്ല, ഈ രണ്ടും കൂടെ ഉണ്ട്. കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകണം, അതിനപ്പുറത്ത് വീട്ടിൽ കയറണം. അപ്പോൾ 108 ആവും, കംപ്ലീറ്റ് ആവും. പിന്നെ എന്തിട്ടാ പറയാം, എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. വണ്ടിയുടെ ഞങ്ങൾ നാളെ പോകാനുള്ള വണ്ടിയുടെ പെർമിറ്റ് എടുത്തിട്ടില്ല. ഏതാ എന്ത് വണ്ടി, എർട്ടിക്കയോ അങ്ങനെ എന്താ പറയുക വണ്ടിയാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ടിട്ട് അങ്ങനെയുള്ള വണ്ടി. അത് കൂട്ടേ ഞാൻ ഈ വലിയ മൂക്കൂത്തിയിട്ട് ഇതെനിക്ക് ചേരുന്നുണ്ടോ അതോ ചെറുതാണോ നല്ലത്? എന്നെ സ്ഥിരം കാണുന്നത് നിങ്ങളല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എല്ലാവരോടും ചോദിച്ചപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു. എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും എനിക്ക് പക്ഷെ എനിക്ക് ഇഷ്ടമായി. എന്നാൽ ദേവി എന്നോട് പറഞ്ഞ് പാണ്ടിച്ച് പോലെ ഇരിക്കുന്നു. എന്തായാലും പോട്ടെ. അങ്ങനെ ഞങ്ങൾ ഭിക്ഷ എടുത്തിരുന്ന വരക്കാണ്. ഭയങ്കര കുലുക്കമാണ് കേട്ടോ ഈ വണ്ടിക്ക്. നമ്മുടെ വണ്ടി ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര പൊന്നുപോലത്തെ വണ്ടിയാണ്. അതിലൊരു കുലുക്കവും ഇല്ല. ഏത് കുഴി വീണാലും നമ്മൾ അറിയത്തില്ല. ഏതാ നമ്മുടെ സിവിക്ക് ഉണ്ടല്ലോ അത്. ഇതൊരുമാതിരി ഏത് കുഴി വീണാലും നമുക്ക് കറക്റ്റായിട്ട് അറിയാം. നല്ല കുലുക്കമാണ്. ഇപ്പം വണ്ടിയുടെ കാര്യമാണ് നീ പോണത് എത്തിക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് അടിച്ച് കയറ്റിയതാണ്. ഭയങ്കര വേദന, തട്ടുമ്പോ അയ്യോ. അല്ലടാ, എൻ്റെ മൂക്കിൽ കിടന്നത് കുട്ടി മൂക്കുത്തിയാണ്. കാലിന് വലിപ്പം കുറവായിരുന്നു, നല്ല വലിപ്പം ഉണ്ടായിരുന്നു. മേടിച്ചു. ഇന്ന് പോയപ്പോ മേടിച്ചത് എവിടുന്ന് കിട്ടിയെന്ന് തേണ്ടി. ഇവൻ കാറിലിരുന്നതാ ഞങ്ങൾ കയറിയപ്പോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 മുക്കുത്തി മേടിച്ചു. ഒന്ന് ഇത് മേടിച്ച്, മറ്റേ ജേ ഉണ്ടല്ലോ വളഞ്ഞിരിക്കുന്ന അതും വാങ്ങി, 2 വാങ്ങി. ഇരിക്കട്ടെ. മടിക്കുമ്പോൾ മാറി. എനിക്ക് അതിൽ കുറേ മുക്കുത്തി ഉണ്ട് കേട്ടോ. ഒരു 10 ഉണ്ട്. കാപ്പ് മേടിച്ചിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ പൂജിക്കാൻ കൊടുക്കാം. കുഞ്ഞാൻ്റെ വീടിൻ്റെ പുറത്ത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിതേ അമ്പലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിലേക്കല്ല, ഞങ്ങളെല്ലാവരും വളയിട്ട് കാപ്പിട്ട്, ഞാനും അമ്മയും ഗോകുവും കാശിയും ചേട്ടത്തിയും പിള്ളേരും. ചേട്ടനും വല്യമ്മച്ചിയും മാത്രം കാപ്പിട്ടില്ല. അപ്പം വല്യമ്മച്ചിക്ക് പൂജിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ചേട്ടൻ്റെ കാര്യം അറിയത്തില്ല. എന്തായാലും 2 പേർക്കുള്ള വള വാങ്ങിയിട്ട് പൂജിച്ചുകൊണ്ട് കൊടുക്കാം. ഇടുന്നെങ്കിൽ ഇടട്ടെ. ചിഞ്ചോണ്ട് ഇട്ടില്ല. ഇടുന്നെങ്കിൽ ഇടട്ടെ.
അല്ല ഇപ്പം എന്ത് ചെയ്യാനാണ്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ ഒച്ചര വന്നപ്പോഴത്തേക്കും ഉമ്മളടുത്ത് പറഞ്ഞാൽ കാപ്പിട, അന്നേരം കേട്ടില്ല. ഇന്ന് തൊട്ടിട്ട് ഒരു വ്രതമാണ്, പക്ഷേ കാപ്പിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് എന്തായാലും അത് പൂജിച്ചുകൊണ്ട് കൊടുക്കണം. ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മുടെ ഒരു കുട്ടി വ്ളോഗ്, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മളെ കാണാൻ ഇഷ്ടമുള്ളവർക്ക്, നമ്മളോട് ഒരു ഇഷ്ടം സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള കുറേ പേരുണ്ട്. എനിക്കത് മതി, അവർ കണ്ടാൽ മതി. സോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.